വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡാണ് ചാപ്റ്റർ 2. 6 വർഷങ്ങൾക്ക് ശേഷം ഉള്ള സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും കുട്ടി, അതായത് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കുട്ടി ഇങ്ങനെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു വരികയാണ്. ശേഷം കുഞ്ഞിങ്ങനെ ഹാളിലേക്ക് വന്ന് നിന്നിട്ട് അവരുടെ ഫാമിലി ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ ശാലിനിയുടെ മുഖത്ത് മാത്രം ഇങ്ങനെ മുഖം മറച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരെയും ആ ഫോട്ടോയിൽ നോക്കിയ ശേഷം കുഞ്ഞ് അച്ഛാന്നിങ്ങനെ മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ആണ് ആദ്യം വരുന്നത്. അന്നേരം വല്യച്ഛ അച്ഛൻ എവിടെയും ചോദിക്കുമ്പോൾ രോഹിത്തും പുറകെ വരികയാണ്. എല്ലാവരുടെയും മുഖത്തിലും രൂപത്തിലും ഒക്കെ മാറ്റങ്ങളുണ്ട്. രോഹിത്തിനൊരു വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. രോഹിത്ത് താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ സാരിയൊക്കെ ഉടുത്ത് ശ്യാമ വരികയാണ്. തുടർന്ന് അച്ഛമ്മ എവിടെയെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ സത്യഭാമയും വരികയാണ്. മുടിയൊക്കെ നരപ്പിച്ച് ഭാമ വരുന്നുണ്ട്. തുടർന്ന് അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ വീൽ ചെയറിലല്ല, നടക്കുന്നുണ്ട്, സ്റ്റിക്ക് കുത്തി നടക്കുന്നുണ്ട്. പിള്ളയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. തുടർന്ന് അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് പൊന്നിയും വരുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ഒരിക്കലും സംശയം തീരില്ലല്ലോ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം സത്യഭാമ അവിടേക്ക് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ഇവളുടെ സംശയം തീർക്കാനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, ഇപ്പം എന്താ മോളെയും ചോദിക്കുമ്പോൾ ആ ഫോട്ടോയിൽ നിൽക്കുന്ന ആൻറ്റി ഏതാ, മുഖം മറച്ചിരിക്കുന്ന ആൻറ്റി ഏതാന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖം അങ്ങ് ഇരുളുന്നുണ്ട്, സത്യഭാമയുടെ മുഖം അങ്ങ് ഇരുളുകയാണ്. സത്യഭാമ ഒന്നും പറയാതെ അങ്ങ് മാറി കുഞ്ഞിനെ അങ്ങ് മാറ്റിയിട്ട് വേറെ കസേരയിലോട്ട് വന്നിരിക്കുകയാണ്. അന്നേരം ഞാൻ ചോദിച്ചാൽ ഒരിക്കലും പറയില്ല എന്നും എല്ലാവരോടും ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പിണക്കം കാണിക്കുകയാണ്. അതിനുശേഷം ആവശ്യമില്ലാത്തവരെ പറ്റി എന്തിനാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭാമയങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അച്ഛനല്ലേ എന്നോട് ഇഷ്ടമല്ലേ, അച്ഛൻ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിട്ട് അച്ഛന് ഹോട്ടലിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെയും ഭാമയുടെയും ദേഷ്യഭാവം കണ്ടിട്ട് രോഹിത് അങ്ങ് പോവുകയാണ്. തുടർന്ന് വല്യച്ഛനല്ലേ എന്നെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഇഷ്ടം, വല്യച്ഛൻ പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവരെ പറ്റി സംസാരിക്കേണ്ടെന്ന്. അന്നേരം ഇഷ്ടമില്ലാത്തവരെ പിന്നെ എന്തിനാ നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ വച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് ദേഷ്യമല്ലേ. ശ്യാമയങ്ങ് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. രാഘവൻ നായരും പൊന്നിയുമൊക്കെ അതൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി വിഷ്ണു ഇരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. പറ വല്യച്ഛാന്ന് പറയുമ്പോൾ നോക്കുകയാണ് വിഷ്ണു സത്യഭാമയെ അതേപോലെ നോക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ ഭാമ പെട്ടെന്നങ്ങ് മുഖം തിരിക്കുകയാണ്. തുടർന്ന് പിള്ളേന്ന് ഇങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ പിള്ള അവിടെ ഇരുന്ന ബോൾ എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ബോൾ ഇതും കൊണ്ടുപോയി വെളിയിൽ പോയി കളിച്ചു എന്ന് പറയുമ്പോൾ കുഞ്ഞ് ബോളുമായിട്ടങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഒരു തീക്ഷ്ണമായ നോട്ടം സത്യഭാമയെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം രാഘവൻ നായർ ഭാമയോട് പറയുന്നുണ്ട്, ഭാമയെ ദൈവം ഒരിക്കലും പൊറുക്കില്ല, അന്നേരം ഞാനതങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിലേക്ക് പോലീസ് വണ്ടി വരികയാണ്. അതിൽ വരുന്നത് നമ്മുടെ ചന്ദ്രബോസാണ്. ചന്ദ്രബോസ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. കൂടെ വണ്ടിയൊക്കെ ആയിട്ട് സോമശേഖരനൊക്കെ ഉണ്ട്. സോമശേഖരൻ എസ് ഐന്ന് മാറി ഇപ്പോൾ SI ആയിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിയാണെങ്കിൽ, ശ്യാമയുടെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ബോൾ ഉമ്മർത്തുനിന്ന് അങ്ങോട്ട് തട്ടുമ്പോൾ മുറ്റത്തേക്കാണ് വീഴുന്നത്. ഈ സമയത്താണ് വണ്ടിയുടെ ഡോറ് തുറന്ന് ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങാൻ ചന്ദ്രബോസ് ബോൾ കാണുമ്പോൾ 1-2 തട്ടിയത് ചവിട്ടി അങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അത് കയ്യിലെടുത്ത ശേഷം മോളുടെ ആയിരുന്നോ ഈ ബോൾ എന്ന് ചോദിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങ് അകത്തേക്ക് ഓടി കയറുകയാണ്. കുട്ടിയുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. കുട്ടി അങ്ങ് ഓടി അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ചന്ദ്രബോസിന് ആകെ ദേഷ്യം വരികയാണ്. ഞാനൊരു അസിസ്റ്റന്റ് കമ്മീഷണറല്ലേ, എന്നെയല്ലേ കൊച്ചു പോടാന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ സോമശേഖരൻ പറയുന്നുണ്ട്, സാറേ കുട്ടിക്ക് അറിയില്ലല്ലോ സാറിപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറാണ് എന്നുള്ളതൊക്കെ. പിന്നെ സാറിൻ്റെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും കളിക്കാൻ നിൽക്കല്, പ്രത്യേകിച്ച് സത്യഭാമയുടെ ചോരയോടെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് അവിടെ തിരുത്തുകയാണ്. സത്യഭാമയുടെ ചോരയോ? ചന്ദ്രബോസ് എല്ലാം അറിയാം. പത്മാവതി വണ്ടി ഇടിച്ച് ചത്തപ്പോൾ രോഹിത്തിന് ഇങ്ങോട്ട് ദത്തെടുത്തു എന്ന് കരുതി ഇതെങ്ങനെ പിന്നെ സത്യഭാമയുടെ ചോരയായി മാറി ഇവിടെ ആഴ്ചയോടെ എന്താ ബ്ലഡ് റിലേഷൻ നടത്തുകയാണോ എന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്താണ് പൊന്നി കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആരാടോ കൊച്ചിനെ വഴക്ക് പറഞ്ഞതെന്ന് പറയാനായിട്ട് വരുമ്പോൾ പോലീസിനെ കണ്ട് പൊന്നി അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം സോമശേഖരൻ പിന്നെ ചന്ദ്രബോസിനോട് പറയുകയാണ്, രക്ഷപ്പെട്ടു സാറേ, ഞാൻ കരുതി ആ വേലക്കാരിയും കൂടി സാറിന് തന്തയ്ക്ക് വിളിക്കുമെന്ന്. അന്നേരം പോയി പണി നോക്കണോ എന്ന് പറഞ്ഞിട്ട് സോമശേഖരനോടൊക്കെ ദേഷ്യപ്പെടുകയാണ് ചന്ദ്രബോസ്. ഈ സമയത്ത് ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് പോലീസുകാരെല്ലാവരും കൂടി അകത്തേക്ക് കയറുകയാണ്. അങ്ങോട്ട് പരിശോധിക്കടോ നോക്കടോ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ സത്യഭാമ അവിടെ രാഘവൻ നായരുടെ ദേഷ്യത്തിലാണ്. രാഘവേട്ട, ശാലിനിയുടെ പേര് പോലും കേൾക്കുന്നത് എനിക്ക് ദേഷ്യമാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സോമശേഖരനും പോലീസുകാരെല്ലാവരും കൂടി അങ്ങോട്ട് നോക്ക്, വാരി വലിച്ചിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പരിശോധിക്കാനായിട്ട് വരുന്നത്. അന്നേരം എന്താടോ സോമശേഖരൻ എന്താടോ എന്നൊക്കെ ഭാമ ആദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ സോമശേഖരൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങ് ആജ്ഞ കൊടുക്കുകയാണ് അവരോട് അവിടെ ഇവിടെ പരിശോധിക്കുക. രാഘവൻ നായരും ഒക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താടോ സോമശേഖര എന്നിങ്ങനെ ദേഷ്യത്തോടെ
ഭാമ ചോദിക്കുമ്പോൾ ഒന്ന് പോ സത്യാമ്മയെന്ന് ഇങ്ങനെ അങ്ങ് സോമശേഖരൻ അങ്ങ് പിന്നെ നൈസായിട്ട് അങ്ങ് പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. വീട്ടിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നോടോ എന്നും പറഞ്ഞ് സോമശേഖരൻ്റെ തോളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ആ നക്ഷത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കാൻ കയ്യോങ്ങുകയാണ്. അപ്പോഴത്തേക്ക് സത്യഭാമയെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ചന്ദ്രബോസ് വരികയാണ്. എന്നിട്ട് അയാളുടെ ദേഹത്തുനിന്ന് കൈയെടുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഒരു നിമിഷം പേടിച്ചറിയാതെ കൈയങ്ങ് എടുത്തു പോവുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്താടോ ഇതൊക്കെ, വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു അക്രമവും കാണിക്കുന്നില്ല, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്, അത് തടസ്സപ്പെടുത്താതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ എന്ത് ഡ്യൂട്ടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇത് റെയ്ഡാണ് സാറേ, അതിനോട് സഹകരിക്കണം, പിന്നെ സാധനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചിലതൊക്കെ പൊട്ടിയും ചീറ്റിയും എന്നൊക്കെ വരിക്കും, അതൊക്കെ സർവ്വസാധാരണ മാത്രമാണ് എന്ന് പറയുകയാണ്. ഈ സമയം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വിഷ്ണു മോളിൽ നിന്നും താഴേക്ക് ആ ലാൻഡിങ്ങിൽ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. ചന്ദ്രബോസിനെ കാണുമ്പോൾ വിഷ്ണുവിന് ആകെ ദേഷ്യമാണ്. കൈയൊക്കെ ചുരുട്ടി പിടിച്ച് ആ സ്റ്റെയറിൻ്റെ കൈവരിയിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിച്ചിങ്ങനെ വിഷ്ണു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സെർച്ചിന് വാറണ്ടുണ്ടോ എന്നിങ്ങനെ പിള്ള ചോദിക്കുകയാണ്. അന്നേരം എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ സോമശേഖരൻ സെർച്ച് വാറണ്ട് പിള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് പിള്ള കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഇത് വായിക്കുമ്പോൾ രാഘവൻ നായർ എന്താടോ ചോദിക്കുമ്പോൾ അതെ ശരിയാണെന്ന് പറയുകയാണ്. തുടർന്ന് ഇനിയും വേണോ അതോ ബോധ്യപ്പെട്ടോ എന്നൊക്കെ പിള്ളയോട് ചോദിക്കുമ്പോൾ പിള്ളയ്ക്ക് ഉത്തരമില്ല. തുടർന്ന് പരിശോധിക്കണമെന്ന് സോമശേഖരനോട് പറയുമ്പോൾ ആരവിടെ ഇങ്ങനെ അൽമാരിയൊക്കെ തുറക്കാനായിട്ട് പോവുകയാണ്. അതേസമയം സത്യഭാമയ്ക്കൊന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് നിർത്ത് എന്ന് പറഞ്ഞ് മോളിൽ നിന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇതിനു മുന്നേ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ചാരായമോ കഞ്ചാവോ എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സെർച്ച് കഴിഞ്ഞ് പറയാമെന്ന് പറയുകയാണ്. തുടർന്നാണ് വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിഷ്ണു പറയുകയാണ്, ചന്ദ്രബോസേ തൻ്റെ കയ്യിൽ സെർച്ച് വാറണ്ടൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അത് താൻ പരിശോധിച്ചോളൂ, പക്ഷേ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെ ഇവിടെ വലിച്ചു വാരിയിട്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ ഇനി പോലീസായാലും പട്ടാളമായാലും ഇവിടെ നിന്ന് വന്നതുപോലെ പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം ഭീഷണിയാണോടാ എന്ന് ചോദിക്കുമ്പോൾ അതെ എങ്കിൽ പിന്നെ അങ്ങനെ കൂട്ടിക്കോ, 6 വർഷത്തിന് മുമ്പുള്ള വിഷ്ണുവിനേക്കാൾ പേടിക്കണം ഈ വിഷ്ണുവിനെ, കരുത്ത് കൂടുതലാണ്, ഇപ്പോഴത്തെ ഈ വിഷ്ണുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, പിന്നെ മുമ്പ് നിൻ്റെ മുമ്പിൽ നിന്ന പിന്നെ ചന്ദ്രബോസ് അല്ല, CA ചന്ദ്രബോസ് അല്ല ഇപ്പോൾ നിൽക്കുന്നത്, അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസാണ്, നീ ഓർക്കണം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഓർമ്മ വേണ്ടത് ചന്ദ്രബോസിനാണ് വേണ്ടത്. പണ്ട് പിന്നെ സർക്കിളാണ് അടി വാങ്ങിയതെങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറാണ് അടി വാങ്ങുന്നത് എന്നുള്ള ഓർമ്മ ചന്ദ്രബോസിന് വേണം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ഒരു നിമിഷം പേടിക്കുകയാണ്. മുകളിൽ ആകാശവും താഴെ ഭൂമി മാത്രമേ വിഷ്ണുവിനുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയുടെ മുഖമൊക്കെ അങ്ങ് കുനിയുകയാണ്. വിഷ്ണു ആകെ ദേഷ്യത്തിൽ കലിപ്പിൽ തന്നെയാണ്. നേരം ചന്ദ്രബോസ് ഓർക്കുന്നുണ്ട്, പണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതൊക്കെ ചന്ദ്രബോസ് മനസ്സിലൂടെ ഒരു നിമിഷം ഇട്ടങ്ങ് ഓർമ്മിക്കുകയാണ്. ജീവനക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് അടിയൊക്കെ കിട്ടിയാലേ അത് മൊത്തം പോലീസ് ഫോഴ്സിന് നാണക്കേടാവും എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഒന്നും ഭയപ്പെടുകയാണ്. തുടർന്ന് അവിടെ പോയി അതെടുത്തുകൊണ്ട് വാടുമെന്ന് സോമശേഖരനോട് പറയുമ്പോൾ സോമശേഖരൻ അടുത്ത മുറിയിലേക്ക് പോവുകയാണ്. അന്നേരം അവിടെ എന്താ എന്ന് പറഞ്ഞ് സത്യഭാമ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പഴയ കോൺസ്റ്റബിൾ സുനിത ഉണ്ട്. സത്യം അവിടെ നിന്നേന്നും പറഞ്ഞ് ഇങ്ങനെ കൈ കയറി പിടിക്കുകയാണ്. അന്നേരം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വഴി തടയാൻ നീ ആരാടി എന്ന് പറഞ്ഞ് സുനിത അടിക്കാനായിട്ട് സത്യഭാമ ഇങ്ങനെ കൈയോങ്ങുകയാണ്. അന്നേരം ഭാമേ എന്നിങ്ങനെ രാഘവൻ നായർ വിളിച്ചിട്ട് വേണ്ടാന്നിങ്ങനെ തല കൊണ്ടിങ്ങനെ കാണിക്കുകയാണ്. അന്നേരം കൈ ഇങ്ങ് താത്തുകയാണ് സത്യഭാമ. തുടർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് പരിശോധനയ്ക്കായിട്ട് അവരൊക്കെ പോയിരിക്കുകയാണ്. തുടർന്ന് അവിടെ എന്താ കുഞ്ഞേ എന്നിങ്ങനെ പൊന്നിയും ശ്യാമയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നിങ്ങനെ ശ്യാമയും നിൽക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് പോകുന്ന കോൺസ്റ്റബിൾ ആണെങ്കിൽ സത്യഭാമയുടെ ഡ്രയറിൽ നിന്നും ആ സത്യഭാമയുടെ തോക്ക് എടുത്തുകൊണ്ട് വരികയാണ്. അന്നേരം കിട്ടി സാറേ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്, ഇതാണോ താൻ അകത്ത് പോയി കുഴിച്ചെടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഇത് മതി സത്യഭാമയെന്ന് പറയുകയാണ്. അന്നേരം ഇതൊരു മാരകായുധമാണ്, ഇത് പിടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഇത് സർക്കാർ ലൈസൻസോട് കൂടി സത്യഭാമ സൂക്ഷിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ലൈസൻസ് ഉണ്ടെന്ന് അങ്ങനെ അല്ലല്ലോ, നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെയല്ല, അങ്ങനെ ആരാണ് പറഞ്ഞത്? ഈ മാസം 30-ാം തീയതി സത്യഭാമയുടെ കയ്യിലുള്ള തോക്കിൻ്റെ ലൈസൻസ് ജില്ലാ കളക്ടർ റദ്ദാക്കിയ വിവരം അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എടോ പിള്ളേ എന്നിങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ അങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ലല്ലോ സാറേ, അങ്ങനെ ഉണ്ടെങ്കിൽ തോക്ക് കൈവശം വച്ചിരിക്കുന്ന ആളെ അറിയിക്കേണ്ടതാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. രാഘവൻ നായരും വിഷ്ണുവൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള തോക്കിൻ്റെ ലൈസൻസ് റദ്ദാക്കിയാൽ ഇവിടെ വന്ന് പറഞ്ഞ് ഓച്ചാരിച്ച് നിൽക്കാനായിട്ട് ജില്ലാ കളക്ടർ എന്താ സത്യഭാമയുടെ വീടിൻ്റെ പുറംപണിക്കാരനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരവില്ല. ഇതുപോലൊരു മാരകായുധം ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ കൈവശം സൂക്ഷിച്ചാൽ അത് നിയമലംഘനം തന്നെയാണ്, അപ്പോൾ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ലൈസൻസ് ആരുടെ പേരിലാണോ അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം സംശയിക്കേണ്ട, എൻ്റെ പേരിൽ തന്നെയാണ് ലൈസൻസ് എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, ഇത് ചതിയാണ്, പിന്നെ ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് ചോദിക്കുകയാണ്. അതായത് ഇതൊക്കെ ഇവിടെ തന്നെ നടക്കും, ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അമേരിക്കയിലും അവിടെ എവിടെയൊക്കെ കൊച്ചു
പിള്ളേരുടെ കയ്യിൽ വരെ തോക്കുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഷോപ്പിംഗ് മാളിൽ എല്ലാം പോയി ഡപ്പേന്ന് പൊട്ടിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതൊന്നും അനുവദിക്കുന്നതല്ല. ഇതുപോലൊരു ആയുധം സർക്കാരിൻ്റെ അനുവാദമില്ലാതെ കൊണ്ട് നടന്നാൽ അത് പോലീസ് സ്റ്റേഷൻ ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് പോലീസുകാർക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സർക്കാരിന് തന്നെ ഇത് റദ്ദാക്കാനുള്ള നിയമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ചതിയാണെന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. ഇന്നലെ വരെ ലൈസൻസ് ഉണ്ടായിരുന്ന തോക്കിന് ഇന്ന് ലൈസൻസ് ഇല്ലാന്ന് നിങ്ങൾ വന്ന് പറയുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിയമലംഘനം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. അവസാനം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും വഴിയില്ലേ ചന്ദ്രബോസേ? സീനിയർ സിറ്റിസൺ ആണ്, ഏറ്റവും കൂടുതൽ ഈ ഇവിടെ ആളുകൾ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ്, കൂടാതെ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അറസ്റ്റ് ഒഴിവാക്കിയുടെയും ചോദിക്കുമ്പോൾ ചന്ദ്രബോസിനെ അങ്ങ് ചിരി വരികയാണ്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, ശരിയാ സാറേ, അതൊക്കെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഇത് ലൈസൻസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കി എന്നൊരു രേഖ എനിക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, എനിക്കിതങ്ങ് വാങ്ങിച്ചു കൊണ്ട് പോകാം, അതൊക്കെ ശരി തന്നെ. പക്ഷേ വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് തുടർന്ന് സത്യഭാമ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഇവിടെ ഞാനൊരു അസിസ്റ്റന്റ് കമ്മീഷണറാണ്, ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ നിങ്ങളെല്ലാവരും എന്നെ പേരെടുത്താണ് വിളിക്കുന്നത്. ഇതേ ആ കൊച്ചുകുട്ടി വരെ എന്നെ ഇടപോടോ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരുടെയും മടിയിലിരുത്തി പേരിട്ടവരെ ഒരു ബഹുമാനവുമില്ല. ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും ഒക്കെ തന്നെയാണ്. എന്നിട്ട് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, അല്ല രാഘവൻ നായരോട് പറയുകയാണ്, സാറിനെ ഞാൻ രാഘവൻ സാറയിൽ നിന്നല്ലേ വിളിക്കുന്നത്, സാറിനെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ബഹുമാനം അങ്ങോട്ട് തരുമ്പോൾ ഇങ്ങോട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. ഞാൻ ഒന്നും ഇല്ലെങ്കിലും ഞാനൊരു അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഒരു പുച്ഛിച്ച് ചിരിച്ചിരിക്കുകയാണ്. സത്യഭാമയാണെങ്കിൽ അഹങ്കാരത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് അങ്ങനെയല്ലേ പിള്ളை എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിള്ളയ്ക്കും ഉത്തരമില്ല. തുടർന്ന് ചന്ദ്രബോസ് എന്താണ് വേണ്ടത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ തോക്ക് കൊണ്ടുപോയി ആരെയും വെടിവെച്ച് കൊല്ലും എന്നൊന്നും എനിക്ക് കൊല്ലില്ല, അതൊക്കെ എനിക്കറിയാം. ഇത് ഇന്നലെ വരെ എങ്ങനെയാണോ ഇവിടുത്തെ ഡ്രോയറിലിരുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്ക് നിസ്സാരമായിട്ട് ഇതൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ കണ്ടീഷൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമയോട് പറയുകയാണ്. ഈ നിൽക്കുന്ന സത്യഭാമ ഒരേ ഒരു തവണ എന്നെ സാറേ എന്ന് വിളിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. ഒരേ ഒരു തവണ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് തൻ്റെ കണ്ടീഷൻ സത്യഭാമയ്ക്ക് മുൻപിൽ വയ്ക്കുകയാണ്. തോക്ക് കൈപ്പറ്റിയതായിട്ട് റെസിപ്റ്റും തന്ന രേഖ ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം, ഒരേ ഒരു തവണ എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എല്ലാവരും സത്യഭാമയെ തന്നെ നോക്കുന്നുണ്ട്. തുടർന്ന് പിള്ള സത്യാമ്മയെ വിളിക്കുക എന്ന് പറഞ്ഞ് ഒരു തവണ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ഇങ്ങനെ ചന്ദ്രബോസിനെ തലയുയർത്തി നോക്കിയിട്ട് ചന്ദ്രബോസെ എന്ന് വിളിക്കുകയാണ്. അന്നേരം എല്ലാവരും അങ്ങ് മുഖം മാറുകയാണ്. ചന്ദ്രബോസിൻ്റെ മുഖവും മാറുന്നുണ്ട്. നമുക്ക് പോകാം ചന്ദ്രബോസെ എന്ന് പറയുകയാണ്. അന്നേരം അവിടെ ചന്ദ്രബോസ് അങ്ങ് അപമാനിതനാവുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, കഴുതയുടെ തലയിൽ ക്യാപ്പ് വെച്ചാൽ കുതിരക്കുട്ടി അതിനെ കമ്മീഷണർ എന്ന് വിളിക്കില്ല, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിളിനോട് സത്യഭാമയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ സുനിത ഇങ്ങനെ സത്യഭാമയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്, പോകാം എന്ന് പറഞ്ഞിട്ട്. അന്നേരം നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിൽക്കുമെന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് സത്യഭാമയെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് വിഷ്ണു ഇടയ്ക്ക് കയറുകയാണ്. ചന്ദ്രബോസിനെ നേർക്ക് നേരെ നിൽക്കുകയാണ്. അമ്മയെ നിങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ, രാഘവ സാറേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അനുവദിക്കണം, തടസ്സപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ വിഷ്ണു അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, ബാക്കിയുള്ള വശങ്ങളൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ അമ്മയെ ഇവർ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകില്ല, കൊണ്ടുപോകേണ്ടത് എന്നെയാണ് എന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും എന്ന് ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം 30-ാം തീയതി അല്ലേ ലൈസൻസ് കട്ടായത്, അത് ഞങ്ങൾ അറിഞ്ഞിരുന്നു. അമ്മ അന്ന് തന്നെ ലൈസൻസ് പുതുക്കാനായിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തോക്ക് തന്നിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാതെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുകടാ, സത്യഭാമയുടെ പേരിലല്ലേ ലൈസൻസ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അന്നേരം മകന് അമ്മയോടുള്ള വാത്സല്യ സ്നേഹം 90s സിനിമ പോലെ ക്ലീഷ് ഡയലോഗ് ആണല്ലോ, പക്ഷേ എന്നാലും ഇത് ഒരു പോലീസുകാരും വിശ്വസിക്കില്ല, പക്ഷേ നിൻ്റെ കേസ് ആയതുകൊണ്ട് ഞാനിത് വിശ്വസിക്കാം, എനിക്ക് നിന്നെ മതി എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ പോകാൻ ചന്ദ്രബോസെ എന്ന് ചോദിക്കുകയാണ്. വിഷ്ണു ആക്കി തന്നെയാണ് ചോദിക്കുന്നത് ആ ഡയലോഗ്. അന്നേരം എടാ പോവാം മോനെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തോളിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ്. അന്നേരം എനിക്ക് നിന്നെ ആയാലും മതി എന്ന് പറയുകയാണ് ചന്ദ്രബോസ്. അന്നേരം മോനെ ഇങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ എന്താ അമ്മ ഞാൻ പോയിട്ട് വരാം, ഇത് തോക്ക് കേസല്ലേ, തൂക്ക് കയറൊന്നും കിട്ടാൻ പോകുന്നില്ല, അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസെ പോകാം ഒന്നുകൂടി ആക്കി വിഷ്ണു ചോദിക്കുമ്പോൾ വാടാ മോനെ പോകാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചന്ദ്രബോസ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. തുടർന്ന് ആ തോക്കും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് സാറിനെ ആ മയിൽവാഹനത്തിലോട്ട് കയറ്റി എന്നിങ്ങനെ സോമശേഖരനോട് പറയുകയാണ്. അന്നേരം എല്ലാവരും കൂടി ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രാഘവൻ നായരും പിള്ളയും പിന്നെ പൊന്നിയും കൊച്ചിനെയും കൊണ്ട് ശ്യാമയും ഒക്കെ
സത്യഭാമയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് കയറിടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ അങ്ങോട്ട് തള്ളി ജീപ്പിലേക്ക് കയറ്റുകയാണ്. അന്നേരം ഇയാളെന്ന് പറഞ്ഞ് വിഷ്ണു ചെറിയ ദേഷ്യം കാണിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിനെ അങ്ങനെ പോലീസ് കൊണ്ടുവന്ന് ജീപ്പിലേക്ക് കയറ്റുന്ന കാണുമ്പോൾ സത്യഭാമയ്ക്ക് എല്ലാവർക്കും വിഷമമാവുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് തൻ്റെ കാറിലേക്ക് കയറുമ്പോൾ അപ്പോൾ പോട്ടെ സത്യഭാമയെ ടാറ്റ എന്നൊക്കെ പറയുകയാണ്. പരിഹസിച്ച് തന്നെയാണ്, ഭാമയെ കളിയാക്കി തന്നെയാണ് ചന്ദ്രബോസ് സംസാരിക്കുന്നത്. എന്നിട്ട് പോട്ടെ രാഘവൻ സാറേ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുകയാണ് എന്ന് അത് ഇച്ചിരി ബഹുമാനത്തോടുകൂടി പറയാൻ. തുടർന്ന് കൊച്ചിനെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് ചന്ദ്രബോസും പോവുകയാണ്. ആ വണ്ടിയിൽ വിഷ്ണു ഇങ്ങനെ പോലീസ് ജീപ്പിൽ വിഷ്ണുവിനെ കയറ്റിക്കൊണ്ട് പോകുന്ന കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് വിഷമമാവുകയാണ്. തുടർന്ന് ഈ കുട്ടി, ശ്യാമയുടെ കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മയെ വല്യച്ഛനെ പോലീസുകാർ തല്ലുമെന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ അങ്ങ് സങ്കടമാവുകയാണ്. തുടർന്ന് അകത്തേക്ക് ആകെ വിഷമിച്ച് പോകുന്ന സത്യഭാമ ഫോണെടുത്ത് ആരെയൊക്കെ വിളിക്കുകയാണ്. അന്നേരം വീണ്ടും ഈ കുട്ടി ചോദിക്കുകയാണ്, അമ്മയെ അച്ഛമ്മ എങ്ങോട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല, സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് അച്ചച്ച പിന്നെ വല്യച്ഛൻ എന്തിനാണ് പോലീസുകാർ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ കണ്ണുകളിൽ ഇങ്ങനെ അഗ്നി എന്നൊക്കെ പോലെ ഇങ്ങനെ തിരിയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നാശത്തിനാണ് കൊണ്ടുപോയിരിക്കുന്നത്, പക്ഷെ നമ്മുടെ നാശത്തിനല്ല, ശത്രുക്കളുടെ നാശത്തിനാണ് കൊണ്ടുപോയിരിക്കുന്നത്, നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥയൊക്കെ പറയുകയാണ്. പാണ്ഡവർ പിന്നെ അരക്കില്ലത്തിൽ പോയി താമസിച്ചതും യുദ്ധം ചെയ്തതും ഒക്കെ അവരുടെ നാട്ടിൽ സൂചി കുത്താനായിട്ട് സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. യുദ്ധം 18 ദിവസം നീണ്ടു നിന്നപ്പോഴും ഒരു തവണ പോലും ആയുധം എടുക്കാതിരുന്ന ഒരാളുടെ സഹായം അവർ നേടി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ കഥയൊക്കെ അവിടെ പറയുന്നുണ്ട്. തുടർന്ന് അപകടം നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് അവൻ്റെ പാതി തന്നെ വരും എന്നിങ്ങനെ കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി വരുന്നത് കാണിക്കുകയാണ്. ശാലിനി ഇങ്ങനെ ജില്ലാ കളക്ടർ ബോർഡ് വെച്ച് വണ്ടിയിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ വരുന്ന കാണിക്കുകയാണ്. ശാലിനിയുടെ ഫുൾ ഫേസ് കാണിക്കുന്നില്ല. ആദ്യം കൈ ഇങ്ങനെ താളമിട്ടടിക്കുന്ന കൈ, സീറ്റിലിരിക്കുന്ന കൈ ഇങ്ങനെ കാണിക്കുകയാണ്, ഫയലിൽ പിടിച്ചിരിക്കുന്ന കൈ, പിന്നീട് കാലുമേറ്റി വെച്ചിരിക്കുന്ന കാല്, പിന്നെ ആ കണ്ണ് മാത്രം ഇങ്ങനെ കാണിക്കുകയാണ്. അവനെ രക്ഷിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഒരു ശക്തി തന്നെ വരും എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോഴാണ് ശാലിനിയെ കാണിക്കുന്നത്. അന്നേരം ചാപ്റ്റർ 2 ഫസ്റ്റ് എപ്പിസോഡ് കൊള്ളാം പൊള്ളി എപ്പിസോഡ് തന്നെയാണ്. വിഷ്ണുവിൻ്റെ മാസ് എൻട്രിയും ചന്ദ്രബോസിനോടുള്ള ഡയലോഗും രാഘവൻ നായരുടെ ഡയലോഗും സത്യഭാമയുടെ ചെറിയ പതനം അവിടെ തുടങ്ങുകയാണ്. ഇനി സത്യഭാമയ്ക്കും ജയിക്കാനായിട്ട് സാധിക്കില്ല, സുസ്മിതയെ കാണിച്ചിട്ടില്ല. അപ്പോൾ കിടിലൻ എപ്പിസോഡുകളിലാണ് ഇനി വരുന്നത്. ഇതെല്ലാം നമുക്ക് വഴിയെ കാണാം. ഓക്കെ, താങ്ക് യു.